ഗ്രാവിറ്റി പ്രൊഡക്ഷൻസ് എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവം മേഖലയിൽ ഒരു വെറൈറ്റി ആയിട്ട്, അതായത് മീൽ വോൺസിനെ കൃഷി ചെയ്തുകൊണ്ട് ശ്രദ്ധ ആകർഷിച്ച ദമ്പതികൾക്ക് മുന്നിലാണ്. ഏവർക്കും സ്വാഗതം. ഇത് മീൽവാം എന്ന് പറഞ്ഞ ഒരു പുഴുവാണ്. ഇതിനെ ഞങ്ങൾ ഇവിടെ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. മോനായിട്ട് ഇത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വളർത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിത് വളർത്തി തുടങ്ങി. പക്ഷേ ഞങ്ങൾക്കിത് കൂടുതലുണ്ടായി. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ പക്ഷികൾക്കും മീനും കോഴിക്കും എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം ഈ പുഴു ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്യൂപ്പയാണ്. പ്യൂപ്പ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കിടക്കണതാണ് പ്യൂപ്പ. ഇതിൽ നിന്നാണ് ബീറ്റിൽ എന്ന് പറഞ്ഞാൽ ഈ വണ്ട് രൂപാന്തരപ്പെടും. ഇതിങ്ങനെ പുഴു ഇതിങ്ങനെ വന്നു ഈ ലാർവ അടുത്ത സ്റ്റേജ് ഈ വണ്ടാവും. ഒരു വൈറ്റ് പേപ്പർ. അത് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രൗൺ ഷെയ്ഡാവും. പിന്നെ അത് പതുക്കെ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരും. ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ബ്ലാക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലേക്ക് എത്തും. ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞാലാണ് ഇത് മുട്ടയിടില്ല ഇണ ചേർന്ന് മുട്ടയിടാൻ തുടങ്ങിയ മുട്ടയിട്ട് ഇത് ഇതിൻ്റെ തവിടിൻ്റെ ഉള്ളിൽ പോയി ആണ് മുട്ടയിടണേ. ഇതിന് ആഹാരമായിട്ട് കൊടുക്കണേ ഉരുളൻകിഴങ്ങ്, ആപ്പിളൊക്കെയാണ്. ഇതിന് ഞങ്ങൾ കൊടുക്കുന്നത് ആപ്പിൾ കൊടുക്കും, പിന്നെ ക്യാരറ്റ് കൊടുക്കാം. പക്ഷേ ഞങ്ങളിവിടെ ക്യാരറ്റ് കൊണ്ടുവരാറില്ല. ഇത് ഉരുളൻകിഴങ്ങ്, ഇതെല്ലാം ഇവന്മാരടിച്ചോളും. അങ്ങോട്ട് 1 2 3 വെച്ച് തീർത്തോളൂ. നല്ല വിശപ്പ്. ആപ്പിൾ ഇങ്ങനെ കമത്തി വെച്ച് കഴിയുമ്പോൾ ഇവരിത് എത്രയും പെട്ടെന്ന് തിന്ന് കണ്ടത് എല്ലാത്തിനും വളരെ ഇതായി ഓടിക്കയറി വന്ന് എല്ലാം തിന്നുണ്ടോ. ഇതെല്ലാം വളരെ ഇതായിട്ട് തിന്നും. അതുപോലെ നല്ല വിശപ്പാണ്. ഇത്രയോ ആൾക്കാരില്ല ഇതിൽ. അപ്പോൾ ഇത് മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഒരു മുട്ട ഒരു പ്രാവശ്യം ഇടുക. ഒരു വണ്ട് 100 മുട്ട വരെ ഇടുമെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ 5 പ്രാവശ്യം മുട്ട ഇടും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 90 ദിവസമാണ് ഇതിൻ്റെ ആയുസ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഇത് ചത്തുപോയി കഴിഞ്ഞാൽ ചത്ത വണ്ടിനെ നമ്മളെടുത്ത് മാറ്റിക്കളയും. അപ്പോൾ ഇതിനെ എടുത്തിട്ട് എന്ത് ചെയ്താൽ നമുക്ക് മുട്ടയൊന്നും കാണാൻ പോലും പറ്റില്ല. ആ മുട്ട കാണാൻ പറ്റില്ലാത്ത ഇത് നമ്മൾ ഈ വണ്ടിനെ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. പുതിയൊരു പൊടി കിട്ടും. ഈ പൊടി നമ്മൾ ഭദ്രമായിട്ട് കെട്ടി അത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 40 ദിവസം 25-30 ദിവസം കഴിയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കും. ആ കുഞ്ഞുങ്ങളുടെ ഒരെണ്ണം കാണിച്ചത് ഇവ തന്നെ നമ്മൾ ഈ പുഴുവിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇതിന് പ്രായപൂർത്തി എത്തിയ പുഴുവുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രായപൂർത്തി എത്തിയത്. ഈ പുഴുക്കളാണ് നമുക്ക് ഇതാകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് കണ്ടത് ഈ വരെയുള്ള പുഴുവാണ് ഇതിൻ്റെ പ്രായപൂർത്തിയായിട്ടുള്ള വലിയ പുഴു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമുക്കത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം വരും. ഇതിൻ്റെ കളർ കണ്ടോ ഒരു ബ്രൗൺ ഷേപ്പ് തന്നെ കണ്ടോ. ഇതാണ് ഇതിൻ്റെ പ്രായം. ഉപയോഗിച്ചേക്കണേ എന്താ പറയുക, ഗോതമ്പ് തവിടാണ്. ആ ഗോതമ്പ് ഓട്സ് ഒന്നും ഞങ്ങൾ ഇട്ടിട്ടില്ല. ഓട്സ് ഒക്കെ ചിലർ ചെയ്യുന്നുണ്ട്. ഗോതമ്പ് തവിടിനകത്ത് നമ്മൾ ഈ പുഴു ഇതിനെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്ത് നടുവേ ഇങ്ങനെ കട്ട് ചെയ്യണം. നടുവേ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മളിത് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്ത് ഇത് നമ്മൾ ഒരു 10-20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്ക് നോക്കണം കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നോക്കുക. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഇത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ചീത്തയോ കേടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് തീർന്നു കഴിഞ്ഞാൽ അത് മാറ്റുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതേപോലെയുള്ള ഈ പുഴു ഈ ലാർവയാവും. ഇതേപോലെ ഇങ്ങനെ വന്ന് ആയി കഴിയുമ്പോൾ ഇതിനെ നമ്മൾ അടുത്ത ഒരു ട്രേക്കകത്തേക്ക് മാറ്റുക. ഈ ഗോതമ്പ് തവിട് ഇട്ടിട്ട് അതിനകത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനൊരു തീറ്റ കുറച്ച് വെച്ചാൽ മതി. അത് ആദ്യം തിന്നാണ്. അത് ഒരു 20 ദിവസം 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാദ്യം അരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലാത്ത ഇതുപോലെ ഇരിക്കണം. പക്ഷേ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നമ്മൾ വണ്ടിനെ അരിച്ചതിന് ശേഷം വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കാണാൻ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ പോലും ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുമെന്ന് തോന്നിയില്ല. ജസ്റ്റ് അത്ര ശ്രദ്ധിച്ച് നോക്കാം. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇത്. ഇതിനകത്തെ കുഞ്ഞുങ്ങളെല്ലാം ഒരുമാതിരി ഒരു ചെറുതായിട്ട്
വലുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടത് ഇത് നമ്മുടെ കയ്യിൽ ഇതിങ്ങനെ നോക്കിയോ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടത് ചെറിയത് പല രീതിയിലുള്ളത് ഇങ്ങനെ ഉണ്ടാകും. ഈ രീതിയിലേക്ക് വരും. അവിടെ നിന്ന് പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പിന്നെ ഈ പുഴുവായിട്ട് ഈ ഇതായിട്ട് രൂപാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങാണ് കൊടുക്കുന്നത്. ഈ ഉരുളൻകിഴങ്ങ് ഇതെങ്ങനെ കണ്ടിച്ച് ഇതെങ്ങനെ വെക്കും. ഇത് ഉരുളൻകിഴങ്ങ് കണ്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു 5 മിനിറ്റ് നേരം വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ചില്ലെങ്കിൽ ഇതിലിങ്ങനെ ഈ ഈർപ്പം കൂടുതലുള്ള കാരണം ഇതുപോലെ ഇങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇപ്പോൾ ഇതിനകത്തൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് ഈർപ്പം കൂടുതലുണ്ട്. ഇതിനകത്ത് ഇരിക്കണ എല്ലാം കണ്ടത് ഇതെല്ലാം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പുഴു കുഞ്ഞുങ്ങളിങ്ങനെ തിന്നുകൊണ്ടിരിക്കണതാണ്. ഇത് കണ്ടിട്ട് പുഴുവിന് ഈ പുഴുവിന് നമ്മളിത് ഇങ്ങനെ കമത്തി ഇതിങ്ങനെ വെക്കുക. ആപ്പിളും വെക്കാം, ഉരുളൻകിഴങ്ങ് വെക്കാം. വണ്ടിന് ഇത് മലത്തി തന്നെ വെക്കാം. വണ്ട് മലന്ന് വന്നിട്ട് ഈ വണ്ട് മുട്ടയിട്ട് 90 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ട ചത്തു പോകും. കണ്ടത് ഈ ചത്ത് കിടക്കണത് ഇതാണ് ചത്തു പോകും. കാണിച്ചത് ഇത് ഞങ്ങൾ പ്ലക്കർ ഉപയോഗിച്ച് ഇത് ചത്ത വണ്ടാണ്. ഇത് മുട്ടയിട്ട് കഴിഞ്ഞ ശേഷം ചത്തുപോയി കളയും. ഇതിനെ ഈ പ്രായപൂർത്തിയായ വണ്ടിനെ നമുക്കറിയണമെങ്കിൽ ഇതിന് ഭയങ്കര സ്പീഡായിരിക്കും. ഇത് കിടന്നത് ഇതിങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിൽ ഓടി നടക്കും. അല്ലാത്തത് ആൾക്കാരെ അങ്ങനെ ഒന്നും നടക്കില്ല. പക്ഷേ നല്ല ഒരു റിസൾട്ടാണ് കിട്ടുന്നത്. ഹൈ പ്രോട്ടീനാണ്. മുട്ട ഇത് കൊടുത്തതിന് ശേഷം മുട്ട കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കിളികൾക്കൊന്നും ഒരു മെഡിസിനൊന്നും അത് കഴിഞ്ഞ് കൊടുക്കാറില്ല. അപ്പോൾ ഒരു പ്രതിരോധശേഷി കൂടുതലുണ്ട്. അപ്പോൾ അത് എല്ലാം ഇത് നമ്മൾ ആർക്ക് വേണമെങ്കിലും ഇത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർ ഞാനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ മീനൊക്കെ ഞങ്ങളൊരു ദിവസം ഒരു 8-10 എണ്ണം വെച്ചാൽ കൊടുക്കുകയുള്ളൂ. കൂടുതൽ കൊടുക്കേണ്ട കാര്യമല്ല. കാരണം അത്രയും കൊടുത്താൽ മതി. അത്രയ്ക്ക് നല്ല പ്രോട്ടീൻ കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് തൊടുകയോ എടുക്കുകയോ ചെയ്യാം. ഇത് ഇണങ്ങിയ മീനാണ്. കണ്ടോ, നമുക്ക് പിടിക്കാം. അതിൻ്റെ തലയിൽ പിടിക്കാം. എന്ത് വേണം ചെയ്യാം. ഇത് ഇതേ കണ്ടത് തലയിൽ തൂത്ത് കഴിഞ്ഞാലും ഇതൊക്കെ എങ്ങനെ നടന്നു. ഈ മീൽ വോംസ് നമ്മളിവിടെ പക്ഷിക്കും ബാക്കി മീനുകൾക്ക് മാത്രമല്ല കൊടുക്കുന്നത്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് ആഫ്രിക്കയിൽ നിന്നാണ്. ഇത് നമുക്ക് ചൈനയിലും ആഫ്രിക്കയിലും ഒക്കെ മനുഷ്യർ വെറുതെ കഴിക്കുന്നതാണ്. അത്ര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഈ മീൽ വോംസ്. പിന്നെ ഇവിടുത്തെ കിളികൾക്കൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ അവർക്ക് നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഇതിൽ കാണാൻ പറ്റി. കുറേ മുട്ടയിട്ട് തുടങ്ങി. നല്ല ഹെൽത്തി ഗ്രോത്തിനും ഒക്കെ നല്ലതാണ് ഈ മീൽ വോംസ്. ഇത് നമുക്ക് ഗ്രേവി ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് കഴിച്ച് അടിപൊളി സാധനമാണ്. നമുക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ആദ്യം കുറച്ച് പൊടി ഇങ്ങനെ തവിട് ഇടുക. ഗോതമ്പ് തവിടിട്ട് കഴിഞ്ഞിട്ട് ഈ പുഴുവിനെ ഈ മീൽ വാംസിനെ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക. എടുത്തിട്ട് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഈ മുട്ടയുടെ ഈ സാധനം ഇതെടുത്തിട്ട് ഇതിനകത്ത് നമ്മളിങ്ങനെ പാക്ക് ചെയ്യുക. ചൂടൊന്നും അധികം അടിക്കാതെ എന്നിട്ട് എടുത്തിട്ട് ഇങ്ങനെയാണ് മൊത്തം നമ്മൾ അയച്ചു കൊടുക്കണം. ഇത് ഇനി ഒരു ബോക്സിനകത്താക്കിയിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇതെല്ലാം നേരിട്ട് വന്ന് മേടിക്കുകയാണ് ഏറ്റവും നല്ലത്. എല്ലാം പറഞ്ഞു കൊടുത്ത് തന്നെ നമുക്കെല്ലാം പറഞ്ഞ് കൂടുകയും ചെയ്യാം, കൊണ്ടുപോവുകയും ചെയ്യാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.